സംവിധായകൻ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കൂടിയായ ശ്രീ കമൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കമൽ, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം വന്നിരിക്കുകയാണ്. ഒരു ദിവസമൊക്കെ കാത്തു. ഇന്ന് രാവിലെ 4 സിനിമകൾക്ക് കൂടി അംഗീകാരം കിട്ടി. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട സിനിമകൾ ഉൾപ്പെടെ 15 സിനിമകൾ വീണ്ടും അംഗീകാരം ലഭിക്കാതെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അത് ഏറെ നിരാശയുണ്ടാക്കുന്നതാണ്. നിലപാട് തന്നെ ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഒപ്പം ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ച് നിരാശാജനകമായ നിലപാടാണ്. അവിടെയാണ് സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും ഏതൊക്കെ പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ആ ചിത്രങ്ങൾ മുഴുവൻ കാണിക്കും എന്ന നിലപാട്. താങ്കൾ എങ്ങനെയാണ് ഈ നിലപാടിനെ കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അത് തന്നെയാണ്. കാരണം സർക്കാർ ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കണം. ഇക്കാര്യത്തില് കേന്ദ്ര ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മിനിസ്റ്റർ പെർമിഷൻ തന്നില്ലെങ്കിൽ നമ്മളിവിടെ കാണിക്കന്നെ. പിന്നെ വരുന്നത് കാണാന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു പോളിസി ഉണ്ടല്ലോ, നമ്മുടെ ഒരു സിനിമാ പോളിസിയുടെ ഭാഗമായിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് നല്ലൊരു തീരുമാനമാണ്. ഇത് തന്നെയാണ് ബംഗാളിലും മമതാ ബാനർജി ചെയ്തത്. അവരും കാണിച്ചു കഴിഞ്ഞ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിലും. അപ്പൊ അത് വളരെ നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ തീരുമാനം. അത് ശ്രീ കമൽ, ഇപ്പോൾ കഴിഞ്ഞ തവണകളിലൊന്നും അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരിക്കൽ പോലും നടക്കാത്ത രീതിയിലേക്ക് ഇത്തവണ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? കുറെ നാളായിട്ട് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് അവര് IFFK ഒക്കെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടിരിക്കുക. പല രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറക്റ്റായിട്ട് ഒരു സിനിമകൾ നിരോധിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് മാത്രമേ. ഇതിനു മുമ്പും ചില ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ സമയത്ത് ഡോക്യുമെന്ററികളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവത്തിണ്ടായിട്ട്. അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയും ഒരു ഭാഗത്തു നിന്ന് വിമർശനം വരുന്നുണ്ട്. ഇത് അപേക്ഷ നൽകുന്നതിൽ കാലതാമസം വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലേക്ക്. അല്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം സാധാരണ ഈ സമയത്തൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. കാരണം അവരിപ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞു, അല്ലെങ്കിൽ ചില ആൾക്കാർ വേറെ എന്തെങ്കിലും കാരണം പറയണല്ലോ. അത്രമാത്രം ഇല്ല ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. ഒപ്പം തന്നെ താങ്കൾ നേരത്തെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത് അത് നിലവിലെ ചെയർമാനെതിരെയാണ്. അതിലൊക്കെയുള്ള മറുപടി ഇപ്പോൾ അല്പസമയം മുൻപ് കുക്കു പരമേശ്വരൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസാന്നിധ്യമുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഓരോ സെക്കൻഡിലും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റു തിരക്കുകളുണ്ട് എന്നുള്ളത് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നതാണ്. സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള മറുപടി കൂടി. അല്ല, അതിന് നമുക്ക് വിരോധമൊന്നുമില്ല. ഞാനിപ്പോ അക്കാദമിക്കെതിരൊന്നും സംസാരിക്കുന്നതല്ലല്ലോ. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എനിക്ക് ഇത്തരം ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയില്ലേ, ആ ക്രൈസിസ് സിറ്റുവേഷനിൽ സാധാരണ എനിക്ക് ഫെസ്റ്റിവൽ ഡയറക്ടറാണ് തീരുമാനം എടുക്കുന്നത്. അതാണ് ഇതിന്റെ അകത്ത് ഉള്ള ഒരു കാര്യം. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഫെസ്റ്റിവൽ ഡയറക്ടർ ആണ് ഇതിനൊരു തീരുമാനം, അന്തിമ തീരുമാനം എടുക്കുന്നത്. സർക്കാരുമായിട്ട് ആലോചിച്ചു അതിന്റെ ഒരു കാര്യം വെച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞെന്ന് മാത്രമേ. അല്ലാതെ എനിക്ക് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് യാതൊരു വിരോധമില്ല. അതെ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഉണ്ടെങ്കിലും ഓരോ നിമിഷവും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുന്നുണ്ട് എന്നാണ് വൈസ് ചെയർമാൻ അറിയിച്ചു. അല്ല, അതൊക്കെ ശരിയാണ്. എന്നാലും സാന്നിധ്യം വരെയല്ലേ. വിളിച്ചറിയിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ചെയർമാൻ പറയാം. വിളിച്ചറിയിക്കുന്ന സാന്നിധ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കൂടുതൽ കമന്റ് താല്പര്യപ്പെടുന്നില്ല. നന്ദി ശ്രീ കമൽ. പ്രതികരിച്ചതിന് ശക്തമായ നിലപാടാണ് സർക്കാർ ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നത് സർക്കാർ നിലപാടിനെ അഭിനന്ദിക്കുകയാണ് കമൽ. മുൻ ചെയർമാൻ കൂടിയാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് ശ്രീ കമൽ. മേഘന മുരളി തുടരുന്നുണ്ട്. മേഘന, അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്, അത്തരത്തിലേക്കാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ മേഘനയും പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ ഇതേപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മമതാ ബാനർജി അത് കൈകാര്യം ചെയ്തതെന്നത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ആ തരത്തിലേക്ക് മുഴുവൻ സിനിമകൾക്കും പ്രദർശന അനുമതി നൽകണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. സർക്കാർ ഇപ്പോൾ അത് അതേ രീതിക്ക് തന്നെ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രേക്ഷകർക്ക് അവിടെ എത്തുന്ന കാണികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതിരുന്ന ചിത്രങ്ങൾ അതെപ്പോൾ കാണിക്കും എന്നൊക്കെയുള്ളതിന്റെ ഷെഡ്യൂൾ ഉടൻ തന്നെ പുറത്തു വരും അല്ലേ? തീർച്ചയായും അനുജ, ഇന്നലെ റദ്ദ് ചെയ്യപ്പെട്ട 9 സ്ക്രീനിങ്ങുകൾ, അതുപോലെ തന്നെ ഇന്ന് റദ്ദ് ചെയ്യപ്പെട്ട സിനിമകൾ, അവയൊക്കെ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമായി വരുന്നത്. അത് ചലച്ചിത്ര അക്കാദമിയുടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ ഫെസ്റ്റിവലിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലാണ് 19 സിനിമകൾ റദ്ദ് ചെയ്യപ്പെട്ടത്. അതിലൊരു നല്ല തീരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല തീരുമാനം ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇവിടെ സിനിമ കാണാൻ എത്തിയവർ എന്നുള്ളതാണ്. അതിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ. ചേട്ടാ, ഇപ്പോൾ ഒരു 19 സിനിമകൾ റദ്ദ് ചെയ്യപ്പെട്ടു, പിന്നീട് ഇപ്പോൾ സർക്കാർ അത് പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് ഒരു പ്രതികരണം? അങ്ങനെ സിനിമ എന്ന് വെച്ചാൽ ഒരു കഷ്ടപ്പാടാണ്. അപ്പോൾ അതൊരു എന്ന് വെച്ചാൽ അവരൊരു പ്ലാൻ ചെയ്ത് ഇത് ദിവസങ്ങൾക്ക് മുമ്പേ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമയാണ്. അത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ റദ്ദാക്കുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു ഇത്
വിങ്ങൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അത് താങ്ങാൻ കഴിയില്ല. എന്താണ് ഒരു പ്രതികരണം? അത് കേന്ദ്ര സർക്കാർ ഈ സിനിമകൾ റദ്ദ് ചെയ്യപ്പെട്ടു, അതിന്റെ ഇതിവൃത്തമൊക്കെ അതിൽ എന്താണ് ഇപ്പോൾ അത് വീണ്ടും കാണിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സന്തോഷം കാണിക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരുപാട് കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പം അത് കാണിച്ചതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാർ. പക്ഷേ അത് എന്തുകൊണ്ട് റദ്ദാക്കി? അതിലൂടെ സർക്കാർ ഒരുപാട് സിനിമാ പ്രേമികൾക്ക് വിഷമമുണ്ടാക്കി. അനുജ, അങ്ങനെ തന്നെയാണ് ഈ ചലച്ചിത്ര ഫെസ്റ്റിവലിന്റെ, അതായത് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്ന് പറയാനുള്ളതും. ഇത്തരം നല്ല വാർത്തകൾ, അതായത് ഇവരെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ 19 സിനിമകളും വീണ്ടും കാണാമെന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത്. ഈ ക്യാൻസൽ ചെയ്യപ്പെട്ട സിനിമകൾ അത് കൃത്യമായി റീഷെഡ്യൂൾ ചെയ്യപ്പെടും. ഈ 19 തീയതി വരെയാണ് ചലച്ചിത്രമേള നടക്കുന്നത്. അതിനുള്ളിൽ തന്നെ റീഷെഡ്യൂൾ ചെയ്യുമെന്നുള്ള കാര്യമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമായി വരുന്നത്. അത് ഈ കാണികൾക്ക്, ചലച്ചിത്ര പ്രേമികൾക്ക് മെസ്സേജായി തന്നെ വരുമെന്നുള്ള കാര്യം കൂടി ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമായി വരുന്നു. അത് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗത്ത് കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരു അതൃപ്തി അത് തന്നെയാണ് ഇപ്പോൾ മറന്നിരിക്കുന്നത്. അത് വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ കാണികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപാണ് വന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച യൂണിയൻ സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ല. രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ്. ഇത്തരത്തിലുള്ള കത്രിക വയ്ക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല. പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും എന്നാണ് പറയുന്നത്. ആ തരത്തിലേക്കൊരു നിർദ്ദേശം സാംസ്കാരിക മന്ത്രി ചലച്ചിത്ര അക്കാദമിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമയും, നേരത്തെ നിശ്ചയിച്ചിരുന്ന മുഴുവൻ സിനിമകളും IFFK-യിൽ പ്രദർശിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ റദ്ദാക്കപ്പെട്ട ചിത്രങ്ങൾ എപ്പോഴാകും അതിന്റെ അടുത്ത ഷെഡ്യൂൾ എന്നുള്ളതും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നതാണ് മേഘന മുരളി നമ്മെ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.